ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമീസ് ടോക്സ്. കഴിഞ്ഞ ഞാനിട്ട വീഡിയോയിൽ ഈ ചാനലല്ല മറ്റേ ചാനലായിരുന്നു. പക്ഷേ ആ ചാനൽ എനിക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കുറച്ച് നാളായിപ്പം കുറച്ചൊരു ദിവസം കഴിഞ്ഞപ്പോൾ വീഡിയോ ഇട്ടില്ല, ലാഗായിട്ടുണ്ട് നല്ല രീതിക്ക്. പക്ഷേ ചാനൽ എനിക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ +1 ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പം കോഴ്സസ് ഉണ്ടല്ലോ, സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, VHSC ഉണ്ട്. അപ്പം അതിന് സയൻസ് സ്ട്രീമിനെ കുറിച്ച് പറയുമോ, അങ്ങനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ VHSCക്ക് എന്താണ് ഡിഫറൻസ് ഉള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ കുറേ നമ്മൾ വീഡിയോസ് എല്ലാം കാണുന്നതാണ് എന്താ ഡിഫറൻസ് എന്നൊക്കെ, എന്നാലും കമൻറ്റ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം. ആ ചാനലിലായിരുന്നു എനിക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണിപ്പോൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ വീഡിയോസ് ഇടാമെന്ന് വെച്ചത്. ഇത് കുറേ ദിവസം മുമ്പ് ഇടണമെന്ന് വെച്ചാണ്, പക്ഷേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ചെയ്യാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. അതാണ് കാരണം. അപ്പോൾ നമുക്ക് മാറ്ററിലേക്ക് പോകാം. സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ സയൻസ് തന്നെയായിരുന്നു. പലരും ഇങ്ങനെ പറഞ്ഞിട്ട് ഫുൾ A+ ഉണ്ടെങ്കിൽ സയൻസ് എടുക്കാവൂ, അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ്, നമ്മളാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അത് മറ്റേ ഈ പണ്ട് തൊട്ടുള്ളൊരു ചിന്താഗതിയാണ് ഫുൾ A+കാർക്ക്. ഫുൾ A+ ഉണ്ട്, അല്ലെങ്കിൽ 9A+ ഉണ്ട്, 8A+ ഉണ്ടെങ്കിൽ സയൻസ് അല്ലേ എന്നവർ ഇങ്ങോട്ട് ചോദിക്കും. ഇവിടെ അതിപ്പോൾ എല്ലാവരും അങ്ങനെ ചോദിക്കും. പക്ഷെ നമ്മളാണ് പഠിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇത് സ്ട്രീമാണ് ചൂസ് ചെയ്യാത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നുള്ള ആപ്ലിക്കേഷനിലൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം സയൻസിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. സയൻസിന് നമുക്ക് ലാബുണ്ട്, ബയോളജിക്ക്, മാത്സിന്, കെമിസ്ട്രി, ഫിസിക്സ് 4 ലാബ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് റെക്കോർഡ്സ് ആവശ്യത്തിന് വരയ്ക്കാനുണ്ട്. സുവോളജി, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ 4 റെക്കോർഡ്സ് നമുക്ക് വരയ്ക്കാനുണ്ട്. മാത്സിന് ലാബ് ഞങ്ങൾക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു, മാത്സിന് എഴുതാൻ വേണ്ടിയിട്ട് ബുക്ക് ഉണ്ടായിരുന്നു, അത് എഴുതി വെക്കേണ്ടി വരും. അങ്ങനെ മൊത്തം 5 ഇതായിട്ട് നമുക്ക് വരുന്നുണ്ട്. ബോട്ടണിയും സുവോളജിയും വേറെ വേറെ ലാബാണ് വരുന്നത്, എക്സാമും വേറെയാണ്. അപ്പം ഇപ്പം സയൻസിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. സയൻസ് പഠിക്കാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സയൻസ് ഭയങ്കര പാടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന്. അങ്ങനെയൊന്നുമില്ല, അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്ക് പഠിക്കാൻ പറ്റും, പഠിക്കാവുന്നതേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ +1 നല്ല സ്കോർ വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ +2 നമുക്ക് അധികം ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫും +1 തന്നെയാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് +1 സൂപ്പർ. നല്ല രീതിക്ക് ഞങ്ങൾ എൻജോയ് ചെയ്താണ് +1 പഠിച്ചത്. +2 ആയപ്പോൾ കുറച്ച് നമുക്ക് ലാബ്, അസൈൻമെൻറ്റ്സ് എല്ലാത്തിൻ്റെയും കൂടി ഒരു ചെറിയൊരു പ്രഷർ ഉണ്ടാവും. ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മളോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഓരോ നമുക്ക് റെക്കോർഡും എല്ലാം നമുക്ക് വരയ്ക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കൂടുതലും വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ഇതാണ് ബയോളജി സയൻസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇഷ്ടം കൂട്ടി ചെയ്യുക. എല്ലാവരും ഏത് സ്ട്രീമാണ് കൂടുതൽ സെലക്ട് ചെയ്തേക്കണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.